നമസ്കാരം. ഞാൻ കണ്ണൂർ താണയിലെ ഒരു സൈറ്റിലാണുള്ളത്. അപ്പോൾ ഒരു വാട്ടർ പ്രൂഫിൻ്റെ വർക്ക് എൻക്വയറി നോക്കി വന്നതാണ്. അപ്പോഴാണ് ഈ സൈറ്റിൻ്റെ അവസ്ഥ കാണുന്നത്. ഇത് ഒരു ഫ്ലാറ്റും കുറച്ച് ഭാഗം റൂഫും 4 സൈഡിലും സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഫ്ലാറ്റുമാണ്. അപ്പോൾ ഈ ഓട് വെച്ച ഭാഗത്തുനിന്ന് ഫ്ലാറ്റിൽ നിന്ന് വെള്ളം ഓടിൻ്റെ ആ അടിയിലേക്ക് കൂടി ഇറങ്ങി വന്ന് ഈ ഏരിയ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ഈ ഫ്ലാറ്റിൽ നിന്ന് ഈ സ്ലോപ്പിലേക്ക് കയറുന്ന ഈ ജോയിൻറ്റിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഇവിടെയാണ് ലീക്ക് വരുന്നത്. മറ്റ് ഫ്ലാറ്റ് റൂഫിലും ഉണ്ട്. അത് വേറെ ഒരു ഇതായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ മുമ്പ് ഒരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ സിസ്റ്റം ചെറിയ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കോട്ടിങ് അടിച്ച് പോയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ സ്ട്രക്ചറിന് ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ബിറ്റുമിൻ പോലുള്ള ഷീറ്റുകൾ ചെയ്ത് ഇവിടെ കവർ ചെയ്തിട്ട് മാത്രമേ ഈ ഓട് ഇവിടെ വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഫ്ലാറ്റിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്ന് ഓടിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിയിട്ടാണ് ലീക്ക് ഉണ്ടാവുന്നത്. അതേപോലെ അവിടുന്ന് ആ ഫ്ലാറ്റ് റൂഫിൽ മഴ കൊള്ളുമ്പോഴും വെയിൽ കഴിഞ്ഞ് മഴ കൊള്ളുമ്പോൾ ഉണ്ടാവുന്ന ആ കുത്തി ഒഴുക്ക്, ഓരോ തുള്ളി മഴയും ഓരോ സെൽസ് മണലിനെ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. ആ മണലാണ് ഇവിടെ കിടക്കുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇത് മണൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി വരുന്നതാണ്. അപ്പോൾ ഈ സ്ലാബ് വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു പിക്ചർ കൃത്യമായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. എന്താണ് വാട്ടർ പ്രൂഫിങ്ങിന് മുമ്പിലേ സംഭവിക്കുന്നതും വാട്ടർ പ്രൂഫിങ്ങിന് ശേഷം സംഭവിക്കുന്നതും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്ക് അടുത്ത ഈ വർക്കോട് കൂടി നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. സ്ലാബ് കോൺക്രീറ്റ് ഫിനിഷിംഗ് അല്ലാതുകൊണ്ട് അവിടെ ഇവിടെ പൊങ്ങിക്കിടക്കുകയാണ്. ആ പൊങ്ങിക്കിടന്നതിൻ്റെ ഇടയിൽ വെള്ളം കിടക്കുന്നിടത്താണ് ആ കറുപ്പ് പായൽ പിടിച്ച് കാണുന്നത്. നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്ക്രീഡ് ചെയ്ത് വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ മുകളിൽ വെതർ പ്രൂഫ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ആ സ്ലാബ് നിന്ന് കിടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതേപോലെ കല്ല് കാണും. കല്ല് എഴുന്ന് നിൽക്കുന്നത് കാണാൻ അതിൻ്റെ മുകളിൽ മണൽ സിമെൻറ്റ് ഒഴുകിപ്പോയതുകൊണ്ടാണ് കാണുന്നത്. ഇത് പെട്ടെന്ന് ലീക്കിലേക്കും കോൺക്രീറ്റിൻ്റെ നാശത്തിലേക്കും കോൺക്രീറ്റിൽ നയിക്കും.